എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നാളെ ക്രിസ്മസ് അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ അവർക്ക് ഇഷ്ടമുള്ള കേക്കൊക്കെ തയ്യാറാക്കുന്നത് കാണുന്നില്ലേ? ഹായ്, ഞാൻ തെസ്നി ബഷീർ. എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? കുറേ ആയി ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. എനിക്കിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയത് കാരണം വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല. ഞാൻ എന്തായാലും തിരിച്ചു വരും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട്. ഇന്ന് എൻ്റെ മക്കൾ അവർക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കേക്ക് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് നമുക്ക് നല്ല പ്ലം കേക്ക് തയ്യാറാക്കാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ആർക്കും പ്ലം കേക്ക് വേണ്ട. അവർക്ക് ടൂട്ടി ഫ്രൂട്ടി, നട്ട്സ് അതൊന്നും ഇട്ടുള്ള കേക്കുകളെ അവർക്ക് വേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സ്ട്രോബെറി മഫിൻസും ബനാന മഫിൻസും കപ്പ് കേക്കും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അവരുടെ ഇഷ്ടത്തിന് എന്നാൽ ഈ ക്രിസ്മസ് നമുക്ക് അങ്ങനെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കേക്കുകൾ അവർ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ അവർ തയ്യാറാക്കുന്നത്? സ്ട്രോബെറി മഫിൻസാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫ്രഷ് സ്ട്രോബെറി ചെറിയ പീസസ് ആയിട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ ബേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കപ്പ് കേക്ക് മൗൾഡിലൊരു 1/4 ഭാഗം ഒഴിച്ചതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. മഫിൻസിന് വേണ്ട കറക്റ്റ് ടെമ്പറേച്ചറും ടൈമിങ്ങും അതെല്ലാം കറക്റ്റ് എത്രയാണെന്നുള്ളത് അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ബേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പ് കേക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കത് തണുത്തതിന് ശേഷം ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചൂടുണ്ടെങ്കിൽ മെൽറ്റായി പോകുമല്ലോ, അപ്പോൾ അത് നന്നായിട്ട് തണുത്താലല്ലേ ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദാ എഡിബിൾ ബീഡ്സ് അതും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കപ്പ് കേക്കിൻ്റെ മുകളിലും ഏത് കളർ ഇടണം, എന്ത് ഡിസൈനിൽ ചെയ്യണം എന്നൊക്കെ അവർ തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളർ കോമ്പിനേഷന് മാച്ച് ചെയ്തിട്ടുള്ള ബീഡ്സ് തന്നെ അവർ സെലക്ട് ചെയ്തിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞ് മനസ്സിൽ അവർ ചെയ്തിട്ടുള്ള ഈ ഡിസൈൻ നമുക്കൊന്ന് കണ്ടല്ലോ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ക്രിസ്മസ് സോങ് നമുക്കൊന്ന് കേൾക്കാം.